പി ജയരാജനെതിരായ മനു തോമസിന്റെ ആരോപണങ്ങളിൽ മറുപടി പറയാനാകാതെ സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിഷയം ചർച്ചയായെങ്കിലും സംസ്ഥാന കമ്മിറ്റി അംഗമായ പി ജയരാജനെക്കുറിച്ചുള്ള ചർച്ചകൾ താഴെത്തട്ടിൽ നടത്തേണ്ടതില്ല എന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട്. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന നേതൃത്വമാണെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തുന്നു. വരുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ വിഷയം ചർച്ചയായേക്കും. അതേസമയം മനു തോമസിനെ പാർട്ടിയിലേക്ക് ക്ഷണിച്ച കോൺഗ്രസ് മനുവിനെ സിപിഎമ്മിന് എതിരെ ആയുധമാക്കാനൊരുങ്ങുകയാണ്. അനീഷ് തുടരുന്നുണ്ട്. അനീഷ്, ഒരേസമയം പി ജയരാജനെ സംരക്ഷിക്കുകയും ഒപ്പം പാർട്ടിയുടെ സൈബർ ആർമിയെ തള്ളിക്കളയുകയും ചെയ്യുന്നതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. ഇതെന്തുകൊണ്ടാണ്? തീർച്ചയായും ഇന്നലെ വളരെ വിശദമായി തന്നെ കണ്ണൂരിലെ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് കാര്യം വിശദമായി ചർച്ച ചെയ്തു. കാരണം മനു തോമസ് സ്വമേധയാ അംഗത്വം പുതുക്കാതെ പാർട്ടിയിൽ നിന്നും പുറത്തു പോയതാണ്. അതുകൊണ്ട് പാർട്ടി പുറത്താക്കിയത് എന്നൊരു വാക്ക് വാർത്താക്കുറിപ്പിൽ ഇല്ലതാനും. ഇങ്ങനൊരു സാഹചര്യത്തിൽ മനു തോമസ് പുറത്തു പോയപ്പോൾ മനു തോമസിനെതിരായി നവമാധ്യമങ്ങളിലടക്കം കുറിപ്പുകൾ എഴുതിയ അല്ലെങ്കിൽ പ്രതികരിച്ച EP ജയരാജന്റെ നടപടി ശരിയല്ല എന്ന് ഒരു വിഭാഗം വാദിക്കുകയുമുണ്ടായി. പക്ഷേ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ അപ്പുറം സ്വയം പാർട്ടിയിൽ നിന്നും പുറത്തുപോയ മനു തോമസ് ഇപ്പോൾ പാർട്ടിക്കെതിരെ നടത്തുന്ന പ്രസ്താവനകൾ അപലപനീയമാണ്. ഇത് ജനങ്ങൾ തള്ളിക്കളയണം എന്നതാണ് ഇന്നലെ പാർട്ടി യോഗം ചേർന്ന ശേഷം, സെക്രട്ടേറിയറ്റ് ചേർന്ന ശേഷം ആദ്യമെടുത്ത തീരുമാനം. രണ്ടാമത്തെ തീരുമാനം EP ജയരാജൻ, ഷാജിർ എന്നിവരടക്കമുള്ളവർക്കെതിരെ മനു തോമസ് നടത്തുന്ന പ്രസ്താവനകൾ, കാരണം അവർക്ക് കൊട്ടേഷൻ മാഫിയയുമായി ബന്ധമുണ്ട്, ജയരാജന്റെ മകൻ സ്വർണം പൊട്ടിക്കൽ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ആളാണ് എന്നടക്കമുള്ള മാഫിയ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ് എന്ന് പാർട്ടി വിശദീകരിക്കുന്നു. ഒപ്പം മറ്റൊന്ന്, പാർട്ടിയുടെ നിലപാടുകൾ വിശദീകരിക്കാൻ ഒരു തരത്തിലുമുള്ള കൊട്ടേഷൻ സംഘങ്ങളെയും സ്വർണ്ണക്കടത്ത് മാഫിയയും പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് അസംഘടിതമായി തന്നെ വ്യക്തമാക്കുന്നു. ഒപ്പം ഇത്തരത്തിൽ ഈ കൊട്ടേഷൻ മാഫിയ ബന്ധമുള്ളവർ നടത്തുന്ന പ്രസ്താവനകൾ, നവമാധ്യമങ്ങളിൽ നടത്തുന്ന പ്രസ്താവനകൾക്ക് ഒരു തരത്തിലും പാർട്ടി പ്രവർത്തകരോ വർക്ക് ബഹുജന സംഘടനാ ഭാരവാഹികളോ പ്രവർത്തകരോ അടക്കമുള്ളവർ പിന്തുണ നൽകേണ്ടതില്ല, അവർക്ക് ലൈക്കും ഷെയറും ചെയ്യേണ്ടതില്ല എന്ന കൃത്യമായ സന്ദേശവും പാർട്ടി ഇന്നലെ നടത്തിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഈ അർജുൻ ആയങ്കിയും ആകാശ് തില്ലങ്കേരി അടക്കമുള്ള ആളുകൾ നവമാധ്യമങ്ങളിലൂടെ പാർട്ടിയെ ന്യായീകരിക്കാൻ എന്ന പേരിൽ നടത്തുന്ന കൊലവിളി പ്രസ്താവനകളോട് ഒരു തരത്തിലും പാർട്ടി യോജിക്കുന്നില്ല. ഇത്തരം പ്രസ്താവനകൾ പാർട്ടി അണികൾ ഒരു തരത്തിലും ലൈക്കോ ഷെയറോ ചെയ്ത് അവരെ പ്രോത്സാഹിപ്പിക്കരുത് എന്നും വ്യക്തമാക്കുന്നു. എന്തായാലും നമുക്ക് നിലവിൽ കാണാൻ കഴിയുന്ന വിവരം കൃത്യമായി തന്നെ ഈ വിഷയം ഈ ചർച്ചകൾക്കോടുകൂടി ഈ കണ്ണൂരിൽ അവസാനിപ്പിക്കണമെന്ന ആഗ്രഹമാണ് പാർട്ടി നിലവിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം എടുത്തിരിക്കുന്നത്. വിശദമായ ചർച്ച വേണമെങ്കിൽ അത് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ചെയ്യട്ടെ എന്നാണ്. കാരണം നിലവിൽ പരസ്പരം പോരടിക്കുമ്പോൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് മനു തോമസ് പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പി ജയരാജൻ അടക്കമുള്ള ആളുകൾ കൂടുതൽ പ്രകോപനത്തിലേക്ക് നീങ്ങിയാൽ കൂടുതൽ പാർട്ടിക്ക് ഹാനികരമാവുന്ന കാര്യങ്ങളാവും വരും ദിനങ്ങളിൽ മനു തോമസ് പറയുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കൃത്യമായൊരു ഒഴിഞ്ഞുമാറ്റം പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. നടന്ന് പ്രചരിച്ചത് പ്രചരിച്ചു. ഇനി പാർട്ടിയുടെ ഔദ്യോഗികമായ ആളുകൾ ഒരു തരത്തിലും കേസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മനു തോമസിന്റെ പുറത്താകലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയേണ്ടതില്ല എന്നൊരു നിലപാട് തന്നെയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. പാർവതി, അനിഷ, ഇക്കാര്യം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയാകില്ലേ? തീർച്ചയായും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഈ വിഷയം ചർച്ചയാവുക തന്നെ ചെയ്യും. കാരണം നേരത്തെ മുതൽ തന്നെ കണ്ണൂർ രാഷ്ട്രീയം പലപ്പോഴും കലാപകലുഷിതമായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ദയനീയമായൊരു പ്രകടനമാണ് കണ്ണൂരിൽ വരുത്താൻ കഴിഞ്ഞത്. കോൺഗ്രസിന് പോലും അത്ര കണ്ട് ആത്മവിശ്വാസം ഇല്ലാതിരുന്ന ഒരു സീറ്റിൽ വൻ ഭൂരിപക്ഷത്തിലാണ് ഇത്തവണയും കെ സുധാകരൻ ജയിച്ചത്. ഒപ്പം പാർട്ടി കോട്ടകളിൽ നിന്നുള്ള വോട്ടുകൾ പോലും ചോരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതടക്കമുള്ള കാര്യങ്ങൾ പാർട്ടിക്കുള്ളിൽ കുറച്ച് നാളുകളായി നിലനിൽക്കുന്ന ഈ കൊട്ടേഷൻ, സ്വർണ്ണക്കടത്ത് മാഫിയയുമായുള്ള ബന്ധങ്ങൾ, ഇതേ തുടർന്ന് ഈ പി ജയരാജന് പോലും മാഫിയ ബന്ധമുണ്ടെന്നുള്ള ആരോപണമായി മുൻ ജില്ലാ കമ്മിറ്റി അംഗം തന്നെ രംഗത്തെത്തുക, ഇതൊക്കെ പാർട്ടിയെ അക്ഷരാർത്ഥത്തിൽ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു നടപടിയാണ്, പ്രതിക്കൂട്ടിലാക്കുന്ന പ്രചാരണമാണ്. അതുകൊണ്ട് ഇക്കാര്യങ്ങൾ ജില്ലാ തലത്തിൽ മാത്രം ചർച്ച ചെയ്ത ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയില്ല എന്നൊരു നിലപാടാണ് ഇന്നലെ എത്തിയത്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന തലത്തിൽ ഇത് വളരെ വിശദമായി ചർച്ച ചെയ്യുകയും എന്തൊക്കെ തെറ്റിദ്ധരുത്തൽ നടപടികൾ ജില്ലയിൽ പാർട്ടി ഘടകങ്ങൾക്ക് കൈക്കൊള്ളേണ്ടതുണ്ട് അവ ചെയ്യുകയും ഈ കൊട്ടേഷൻ മാഫിയ ബന്ധങ്ങളെ അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആളുകളെ
പൂർണ്ണമായും പാർട്ടിയിൽ നിന്നും ഒഴിവാക്കി മുന്നോട്ട് പോവുകയും ചെയ്യണമെന്ന ഒരു സന്ദേശം തന്നെയാണ് ഉണ്ടാവുക. കാരണം നമുക്കറിയാം, ഇന്നലെ ഈ CPI സംസ്ഥാന സെക്രട്ടറി പോലും പറഞ്ഞത് ഇത്തരം അധോലോക സ്വർണ്ണപ്പൊട്ടിക്കൽ പ്രവർത്തനങ്ങളൊന്നും ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തനമല്ല, മറിച്ചുള്ള സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ തന്നെയാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ പൊതുജന മധ്യത്തിൽ ഇത്തരം വീഴ്പലകൾ പാർട്ടിക്ക് വലിയ നാശം വരുത്തുന്നു, പാർട്ടിക്ക് വലിയ ചീത്തപ്പേരുണ്ടാക്കുന്നു എന്ന തിരിച്ചറിവുണ്ട്. അതുകൊണ്ട് അതുകൂടെ പരിഗണിച്ചാവും സംസ്ഥാന ഘടകം ഇത് സംബന്ധിച്ച് വിശദമായ ചർച്ച നടത്തട്ടെ എന്നൊരു തീരുമാനത്തിൽ പാർട്ടി എത്തിച്ചേർന്നിട്ടുണ്ടാവുക. പാർവതി. അനീഷ്, മനു തോമസിനെ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ക്ഷണിച്ചിരുന്നു. ഇതെങ്ങനെയാണ് പ്രതിപക്ഷം, BJPയും കോൺഗ്രസ് അടക്കമുള്ളവർ ആയുധമാക്കുന്നത്? തീർച്ചയായും ഈ കോൺഗ്രസും BJPയും ഇതിനകം തന്നെ ഇത് ആയുധമാക്കി മാറ്റി കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇന്നലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു ജനകീയ സദസ്സ് കണ്ണൂർ ജില്ലയിലെ മാഫിയ ബന്ധം ഉള്ള CPMനെതിരെ എന്ന പേരിൽ ഒരു ജനകീയ സദസ്സ് നടത്തിയിരുന്നു. അതിനു മുമ്പ് തന്നെ പാർട്ടിയിലേക്ക് മനു തോമസിനെ ക്ഷണിക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി. ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു എന്നതിന്റെ പേരിൽ മനു തോമസിന്റെ ജീവൻ നഷ്ടമാകാൻ തങ്ങൾ അനുവദിക്കില്ല എന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അടക്കം പറയുകയും മനു തോമസിന് കോൺഗ്രസിലേക്ക് സ്വാഗതം എന്ന് വിശദീകരിക്കുകയും ചെയ്തു. അതായത് ഒരു വശത്ത് ഈ പൊട്ടിക്കൽ സംഘങ്ങളും മാഫിയ സംഘങ്ങളും ഒക്കെ കൊലവിളി നടത്തുമ്പോൾ മറുവശത്ത് ഈ മനു തോമസ് വീണ്ടും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് മനു തോമസിന്റെ ജീവനും സ്വത്തിനുമൊക്കെ ഒരു ഭീഷണി ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലെന്നൊരു വിലയിരുത്തലാണ് കോൺഗ്രസിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ അവസരം മുതലാക്കി മനു തോമസിനെ തങ്ങളുടെ ചേരിയിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അത് വലിയൊരു നേട്ടമാവും വരും ദിനങ്ങളിൽ കണ്ണൂർ ജില്ലയിൽ സൃഷ്ടിക്കുക. ഒപ്പം ഈ മനു തോമസിന്റെ നാവിൻ തുമ്പിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഒരുപാട് കാര്യങ്ങൾ ഇനിയും അവശേഷിക്കുന്നു എന്നൊരു വിലയിരുത്തലും കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ആ രീതിയിൽ ആ കാര്യം വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു. മറുവശത്ത് BJP നേരിട്ട് തന്നെ അദ്ദേഹത്തെ BJPയിലേക്ക് വരാൻ ക്ഷണിക്കുന്നു. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം BJPക്ക് താരതമ്യേന മെച്ചപ്പെട്ട നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. കണ്ണൂരിലും രഘുനാഥിനെ പോലെ കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് എത്തിയ നേതാക്കൾ കൂടിയുണ്ട്. അതുകൊണ്ട് അക്കാര്യങ്ങൾ ഒട്ടും ബുദ്ധിമുട്ടാവില്ല. നമുക്കറിയാം, ഒരു കാലത്ത് CPMന്റെ അത്ഭുത കുട്ടിയായി വിശേഷിപ്പിച്ച അബ്ദുള്ളക്കുട്ടി പോലും പിന്നീട് ഇടത് പാളയം വിട്ട് CPM ചേരി വിട്ട് കോൺഗ്രസിലേക്കും പിന്നീട് BJPയിലേക്കും എത്തുന്ന സാഹചര്യം. അതുകൊണ്ട് നേരിട്ട് BJPയിലേക്ക് വരവ് മനു തോമസിന് ബുദ്ധിമുട്ടാവില്ല. കേന്ദ്ര ഭരണമടക്കമുള്ള കാര്യങ്ങളുണ്ട്. പുതിയ ലക്ഷ്യങ്ങൾ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലടക്കം പരമാവധി വോട്ടുകൾ സമാഹരിക്കാനുള്ള ഒരു നീക്കം നടത്തുന്നു. അതുകൊണ്ട് ഈ മനു തോമസിന്റെ വരവ് പാർട്ടിക്ക് വലിയ നേട്ടം ഉണ്ടാക്കുമെന്ന വിലയിരുത്തലുണ്ട്. ഈ അർത്ഥത്തിൽ BJPയും പാർട്ടിയിലേക്ക് മനു തോമസിനെ ക്ഷണിക്കുന്നു. രണ്ട് പാർട്ടികളും അവസരം കാത്തിരിക്കുന്നു. പക്ഷേ കൃത്യമായൊരു നിലപാട് ഇപ്പോഴും താൻ പറയുന്നില്ല എന്നാണ് മനു തോമസ് പറയുന്നത്. ഒരു സ്വതന്ത്ര നിലപാട് സ്വീകരിച്ചാണ് താൻ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്വതന്ത്രമായി തന്നെ കാര്യങ്ങൾ പറയുന്നത് താൻ തൽക്കാലം തുടരുമെന്നും പറയുന്നു. ഏതെങ്കിലും പാർട്ടിയിലേക്ക് ചേരുന്നു എന്നത് സംബന്ധിച്ച കൃത്യമായൊരു സന്ദേശം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നില്ല. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, പാർട്ടിക്കുള്ളിൽ നിന്ന് പുറത്തുപോയ ആളാണ്. സ്വതന്ത്ര നിലപാടെടുത്ത് പറയുമ്പോഴുണ്ടാവുന്ന ആവേശം, അതേ ഉൾക്കൊള്ളൽ മറ്റു പാർട്ടികളിൽ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഒരുപക്ഷെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ഒരു പാർട്ടിയുടെ വക്തായി മാറുമ്പോൾ വിലപേശലിന് വില കുറയും എന്ന ഒരു കണക്കൂട്ടലും മനു തോമസിനുണ്ട്. അതുകൊണ്ട് തൽക്കാലം എവിടെയും ചേരാതെ സ്വതന്ത്രമായി നിന്ന് തന്റെ നിലപാടുകൾ പുറത്തു പറയുക എന്ന രീതിയാവും മനു തോമസ് സ്വീകരിക്കുക. പാർവതി. SP ജയരാജനെതിരായ മനു തോമസിന്റെ ആരോപണങ്ങളിൽ മറുപടി പറയാതെയാണ് CPM നിലകൊള്ളുന്നത്. ഒപ്പം സംസ്ഥാന കമ്മിറ്റി ഈ വിഷയം ചർച്ച ചെയ്തേക്കും. വിവരങ്ങൾ നൽകിയത് MS അനീഷ് കുമാർ, കോഴിക്കോട് നിന്നും.